Watch full episodes on Jio Hotstar. Ondo! Tango, Zulu, go! Get it back! Very good. Come, let us go. ബട്ടു എന്റെ അടുത്തേക്ക് വരല്ലേ, ഇത് ക്വിക്ക് സാൻഡ് ആണ്, നീയും കൂടി ഇതിനകത്ത് വീണു പോകും. എന്റെ സുഹൃത്തേ, ഗട്ടു ബട്ടുവിന്റെ സൗഹൃദം ഇവിടെ അവസാനിക്കാൻ പോവുകയാ. നോക്കാം നമുക്ക് ബട്ടുവിന് അവന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന്. ഒരുപക്ഷെ രണ്ടിന്റെയും കഥ ഇതോടെ കഴിഞ്ഞേക്കാം. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഗട്ടു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ ബട്ടു നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയിരിക്കും. ബട്ടു, ഞാൻ പറയുന്നത് കേക്ക്. നീ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലും ആ ചിപ്പ് കയ്യിൽ കിട്ടിയേ പറ്റൂ. നീ പോയി അയാളെ പിടിക്കാൻ നോക്ക്, പോകാൻ നോക്ക്. ബോസ്, 2 ജീപ്പ് വരുന്നുണ്ടല്ലോ, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം. ഇതിന്റെ അവസാനം വരെ കാണാൻ നിൽക്കാൻ പറ്റാത്തതാ ഖേദം. പ്ലീസ് ഡോണ്ട് മൈൻഡ്. പോകാൻ സമയമായിരിക്കുന്നു, ഇനി ഒരിക്കലും കാണില്ല. ബട്ടു പോകാനല്ലേ പറഞ്ഞത്, അവരുടെ പുറകെ പോക. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് നിന്നെ വിട്ടു പോകാൻ പറ്റില്ല. ഗട്ടുവിനെ വിട്ടിട്ട് ബട്ടു ഒരിക്കലും ഇവിടുന്ന് പോകില്ല. ബട്ടു ഒന്ന് ആലോചിക്കട്ടെ. എന്താ ചെയ്യാ, 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 എന്താ ചെയ്യാ. ഗട്ടു, നിന്റെ സുഹൃത്ത് ബട്ടുവിനെ വിശ്വസിക്ക്, എന്നെ വിശ്വസിക്ക്. ഞാൻ എന്തായാലും നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ഓ ബട്ടു, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. എന്നെക്കാളും ഇമ്പോർട്ടന്റ് ഇപ്പൊ ആ ചിപ്പാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് നിനക്ക് പോകണം, നീ പോ. ഒരേ ഒരു ഐഡിയ ഉണ്ട്, ഒരേ ഒരു ഐഡിയ ഉണ്ട്. ഈ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ്. ബട്ടു, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യല്ലേ പ്ലീസ്. ചിലപ്പോ ഞാൻ പോകേണ്ട സമയമായെന്നാ തോന്നുന്നത്. നീ പോയി ആ ചിപ്പ് കൊണ്ടുവാ. എന്റെ അമ്മ. ബട്ടു, ഓ എന്റെ ബട്ടു, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആടാ. നീ എന്റെ ബ്രദറിനെ പോലെ ആടാ. നീ എന്തിനാണ് എനിക്ക് വേണ്ടി നിന്റെ ജീവൻ തന്നെ പണയം വെച്ചത്? നീ അതിനകത്ത് വീണ് കഴിഞ്ഞാൽ നീയും കൂടി മുങ്ങി പോവില്ലേ? എടാ, ഗട്ടു ഇല്ലെങ്കിൽ പിന്നെ ബട്ടു മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഗട്ടു ഇല്ലെങ്കിൽ പിന്നെ ബട്ടുവും ഇല്ല. സബ്ജി വാ, വേഗം കേറ്, വേഗം കേറാൻ. മൺമണി സബ്ജി ബാഗിൽ വരുന്നുണ്ട്, വേഗം കേറ്.
അനങ്ങിപ്പോകരുത്. ഗട്ടുപെട്ടു നിയമത്തിന്റെ കാലിന് നീളം കൂടുതലാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ചമ്മക് സിംഗ്, എന്നെ രക്ഷിക്കൂ, ഞാനിത് ഇവിടെ കുടുങ്ങിപ്പോയി. ചമക് സിംഗ്, മിസ്റ്റർ മൻമാനി ഇതുപോലെയാണോ എല്ലാ ക്രൈമും കൈകാര്യം ചെയ്യുന്നത്? അയ്യേ സാറേ, നമ്മുടെ മൻമാനി സാറ് ക്രൈം ഒന്നും കൺട്രോൾ ചെയ്യാറില്ല. സത്യത്തിൽ ക്രൈം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ സ്വയം കൺട്രോൾ ആയി പോകുന്നതാണ് സാറേ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കേ, എന്നെ ഒന്ന് രക്ഷിക്കേ. എനിക്ക് അതിന് മാത്രം വയസ്സൊന്നും ആയിട്ടില്ല. ഞാൻ ഇനി ലോകം ഒരുപാട് കാണാനുള്ളതാ. എന്നെ രക്ഷിക്കൂ ഖന്ന സാർ, എന്നെ രക്ഷിക്കൂ. ഞാൻ അവരെ ഓടിപ്പോയി പിടിക്കട്ടെ. അനങ്ങിപ്പോകരുത്. ഞാൻ ആ ഗട്ടുവിനെയും ബട്ടുവിനെയും വെറുതെ വിടില്ല. അവർക്ക് വേണ്ടി ഞാൻ ജയിലിനകത്തൊരു കുഴിയുണ്ടാക്കി ജീവിതകാലം മുഴുവൻ അവരെ ഞാൻ അതിലിട്ട് അടയ്ക്കുന്നതായിരിക്കും. അണങ്ങിപ്പോരുത്. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. വേൾഡിലുള്ള പല ബാങ്കുകളിൽ നിന്നും ഒരേ സമയത്ത് ഹൈടെക് രീതിയിൽ മോഷണം നടന്നിരിക്കുന്നു. ബാങ്കുകളിലുള്ള മുഴുവൻ പണവും ട്രാൻസ്ഫർ ആവുകയാണ്. ഇതിന് കാരണക്കാരാരാണ്, ഈ പണം എവിടേക്കാ പോകുന്നെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും. ഈ മാപ്പിൽ റെഡ് ഡോട്ട്സ് ഉള്ള സ്ഥലങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇതൊക്കെ വലിയ ബാങ്കുകളാണ്. ഇവിടെയൊക്കെ മോഷണം നടന്ന് ബട്ട് ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരേ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ആയോ അതെല്ലാം ഒരേ ഡയറക്ഷനിലേക്കാണ് കാണിക്കുന്നത്. അതായത് ഒരേ ഡയറക്ഷനിലേക്ക്. ആ സൈഡില് വെറും ഐസ്ലാൻഡ് മാത്രമേ ഉള്ളൂ. ഐസ്ലാൻഡ്. ബട്ടൂടെ ഡിറ്റക്റ്റീവ് സെൻസ് എന്താണ് പറയുന്നത് വെച്ചാൽ, ആ ഗ്രോതി ജ്വാല ഐസ്ലാൻഡിൽ ആ ചിപ്പ് ഉപയോഗിച്ചിട്ട് ഒരേ സമയത്ത് എല്ലാ ബാങ്കും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ ബാങ്കുകളും. കട്ടു, നമുക്ക് എത്രയും പെട്ടെന്ന് ഐസ്ലാൻഡിലേക്ക് പോണം. അല്ല, നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളോട് തന്നെ. ഞങ്ങൾക്ക് അറിയേണ്ടത് മറ്റൊന്നുമല്ല. ഇവിടെ നിങ്ങളുടെ സ്ഥലത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നത് കണ്ടായിരുന്നോ? ഞങ്ങള് കണ്ടല്ലോ. കണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അവര് ഏത് വഴിയിലൂടെയാണ് പോയത്? ഏത് വഴിയിലൂടെയാണ്? അവര് ഏത് വഴിക്കും പോയിട്ടില്ലല്ലോ. പിന്നെ അവരെവിടെയാണുള്ളത്? പറയൂ പറയൂ. ഞങ്ങളുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ മുമ്പിലോ? ഞങ്ങളുടെ മുമ്പിൽ എവിടെ? അവിടെയാണോ ഉള്ളത്? ഓഹോ, താങ്ക് യു വെരി മച്ച്. ഇനി അവർക്ക് രക്ഷപ്പെടാനാവില്ല. ബട്ടു, ഞാൻ മുകളിൽ നിന്നും നീ താഴെ നിന്നും അറ്റാക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? സർപ്രൈസ് ഈസ് അവർ ബെസ്റ്റ് വെപ്പൺ. നിൽക്കൂ, അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണ്. ബട്ടിന് ഒരു പ്രശ്നം വന്നാലും റിസ്ക് വന്നാലും ഒരു പേടിയുമില്ല. റിസ്ക് എടുക്കുന്നതല്ല, ഞങ്ങൾക്ക് റിസ്ക് കഴിക്കുന്ന പോലെയാണ്. അവരൊന്നും ചെയ്യല്ലേ. അല്ല, നിങ്ങൾ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? ഞാൻ പറഞ്ഞത് അവരെ എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്നാണ്. അതായത് ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞതേ. നിങ്ങളല്ലേ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാര്. ഞാൻ നിങ്ങളല്ലേ കണ്ടത്. ഓ എന്റെ ഈശ്വര, ഞങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വന്നായിരുന്നോ എന്നാണ് ചോദിച്ചത്. അതിനുത്തരം പറയൂ. ഓ, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇല്ലില്ല, ഈ സ്ഥലത്ത് നിങ്ങളല്ലാതെ വേറെ ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല. അതേന്നേ. പക്ഷേ ആ മൗണ്ടന്റെ പുറകെ എപ്പോഴെങ്കിലും ഫ്ലൈറ്റോ ഹെലികോപ്റ്ററോ വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മൗണ്ടനെ എല്ലാരും മിസ്റ്റീരിയസ് മൗണ്ടൻ എന്ന് പറയാറുള്ളത്. അവിടെ ആരാ ഇരിക്കുന്നതെന്ന് ഇതുവരെ ആർക്കും അറിയൂല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ മൗണ്ടിന്റെ പുറകിലേക്ക് പോകണം. മൗണ്ടിന്റെ പുറകിലേക്ക് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പോവാൻ. പോകുന്ന വഴിയൊന്നും തീരെ ശരിയല്ല. ശരി ശരി ശരി, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. റിസ്ക് എടുക്കുന്നതല്ല ഞങ്ങൾക്ക് റിസ്ക്. വേണ്ട, ഞാൻ വീണ്ടും പറയില്ല. ഓക്കെ, ബൈ ബൈ. എന്തുണ്ടെങ്കിലും മെസ്സേജ് ചെയ്താൽ മതിയേ. എന്റെ സുഹൃത്തെ കട്ടു,
നല്ലോണം വിശക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ? ബട്ടു ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയിട്ട് ഒരു മീൻ പിടിച്ചിട്ട് വരാം. ഓക്കെ അല്ലേ? ഓക്കെ ബട്ടു, നീ പോയിട്ട് വരുന്നതിനുള്ളിൽ ഞാൻ തീ കത്തിക്കാം. ഇപ്പൊ ശരിയായല്ലോ. ഗട്ടു സുഹൃത്തെ, നമ്മുടെ ടിങ് ടോങ് എവിടെ പോയി? എനിക്കറിയില്ല ബട്ടു, അവൻ എങ്ങോട്ടാ പോയെന്ന്. ഓക്കെ എന്റെ കൂടെ വാ, നമുക്ക് പോയി മീൻ പിടിക്കാം. അവൻ എന്തായാലും വന്നേക്കും. ഒരു പ്രാവശ്യം ആ ഗട്ടുവിനെയും ബട്ടുവിനെയും എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വിടില്ല അവരെ ഒരിക്കലും. മന്മാനി, നീ ഒരു ഇൻസ്പെക്ടറാണ്. നിന്റെ കയ്യിൽ എല്ലാ അതോറിറ്റിയും ഉണ്ട്. നിനക്ക് അവരെ കൊണ്ട് ഇത്രയും ശല്യമാണെങ്കിൽ അവരെ എന്തുകൊണ്ട് നീ തീർത്ത് കെട്ടുന്നില്ല? തീർക്കണമോ? ഒറ്റ പ്രാവശ്യം കൊണ്ട് തീർത്താൽ പിന്നെ അതിലെന്താണ് ഒരു സുഖം? അവർക്ക് ഞാൻ ജീവപര്യന്തമാണ് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അവർ ജയിലിൽ കിടക്കുന്നത് ഞാൻ ജീവിതകാലം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും. വലിയൊരു മീന് കുടുങ്ങിയെന്നാ തോന്നുന്നത് കേട്ടോ. അനങ്ങിപ്പോവരുത്. മന്മാനി സാറ്, സാറെന്താ ഇവിടെ ചെയ്യുന്നേ? എങ്ങോട്ടാ പോയ സാറേ? ഫിഷിനെ പിടിച്ച് പുറത്തോട്ടല്ലേ കൊണ്ടുവരണ്ടേ? സാറത്തിന് അകത്തോട്ട് പോയ സാറേ? എന്റെ സാർ അകത്ത് വീണ് സാറേ, രക്ഷിക്കേ. അല്ല, ഇത് ബട്ടു അല്ലേ? കൂടെ ഗട്ടു ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും ഒരേ സമയം എങ്ങനെയാണ് ഇതിലൂടെ വന്നത്? ഇത് കൊള്ളാലോ. നിങ്ങൾ തന്നെ പിടിച്ചു വലിച്ചിട്ട് ഞങ്ങൾ എവിടുന്ന് വന്നത് എങ്ങനെ പറയാനാ? അല്ല, താനാരടോ? ഞാൻ CID ഖന്നയാണ്. സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ആളാണ്. ഇവരെ രണ്ടുപേരെയും വിശ്വസിക്കാൻ പറ്റില്ല സാറേ. ഇവരെവിടെ നിന്ന് എങ്ങനെയാ വരുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നവും ഇവരാണ്, ഈ ഗട്ടുവും ബട്ടുവും. അതെ, അനങ്ങിപ്പോവരുത്. ഇതാണ് ശരിയായ സമയം. ഇവന്മാരെയൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാം. ആർക്കും തന്നെ ഒന്നും അറിയാൻ പറ്റില്ല. വേണ്ട വേണ്ട വേണ്ട, ഇവരെ അങ്ങനെ കൊല്ലാനുള്ളതല്ല. ഇവരെ രണ്ടുപേരെയും ജീവപര്യന്തം ജയിലിലാണ് അടയ്ക്കേണ്ടത്. എന്നിട്ട് അത് കണ്ട് ആസ്വദിക്കണം നമ്മൾ. ഇൻസ്പെക്ടർ മന്മാനി, നീ ഇപ്പോൾ തന്നെ പറഞ്ഞുവല്ലോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടം ഇതാണെന്ന്. ഇന്ന് ഞാൻ 2 മിനിറ്റ് കൊണ്ട് നിന്റെ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ആക്കി തരാം. മിണ്ടാതിരിക്കേ. മന്മാനി സാർ, 1 മിനിറ്റിൽ ഞങ്ങളുടെ കഥ കഴിയും. മന്മാനി സാർ, സാറ് നല്ലോണം ആലോചിക്ക്. അതുകൊണ്ട് സാറിന് എത്ര വലിയൊരു ചീത്തപ്പേരാണ് ഉണ്ടാവുക എന്ന്. പക്ഷേ നമുക്ക് ആ ചിപ്പ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും സാറിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. സാറിന്റെ ഫോട്ടോ പോസ്റ്ററിലുണ്ടാവും, ന്യൂസ് പേപ്പറിലുണ്ടാവും, ടിവിയിലുണ്ടാവും, മാഗസിൻസിലുണ്ടാവും, പിന്നെ സാർ ആൻസർ മറ്റേ എല്ലായിടത്തും ഉണ്ടാവും. അത് മാത്രല്ല മന്മാൻ സാർ, സാറിന് പ്രൊമോഷൻ കിട്ടും. അതായത് ഇൻസ്പെക്ടറിന് കോൺസ്റ്റബിളിലേക്ക്, അല്ല കമ്മീഷണർ ആവാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നല്ലോണം ആലോചിക്കും മന്മാനി സാർ. നമ്മളെല്ലാവരും ചേർന്ന് ആ ചിപ്പ് കണ്ടുപിടിക്കണം. ശരിയാണ് മന്മാനി സാർ, ചിപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. പക്ഷെ ക്രെഡിറ്റ് ഒക്കെ സാർ എടുത്തോളൂ. ഓക്കെ അല്ലേ? ഇതൊക്കെ സത്യമാണോ? ഞങ്ങൾ പറയുന്നത് 100% സത്യമാണ് സാറേ. ഈ ഗട്ടു ബട്ടു നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തരാണ്. അതായത് പക്ക പ്രോമിസ്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് ഗട്ടുവിന്റെ പ്രോമിസ് ആണ്, പക്ക പ്രോമിസ്. എങ്കിൽ വളരെ സന്തോഷം. അപ്പൊ ഡീൽ ഓക്കെ ആണല്ലോ? അപ്പൊ പക്ക ഡീൽ. ചമ്മക് സിംഗ്, ഈ സന്തോഷത്തിന് ഇവർക്ക് ഉടനെ ചായ കൊടുക്കൂ. നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ആ ചിപ്പ് അന്വേഷിക്കാം. അനങ്ങിപ്പോകരുത്. ജ്വാല, ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവൻ ഇപ്പോൾ എന്റെ കയ്യിലായിട്ടും നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരമോ?
നാലുപാടും എന്റെ ആൾക്കാർ തന്നെയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനാവില്ല. മനസ്സിലായോ? ഗട്ടു, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? ഇല്ല ബട്ടു, എനിക്ക് ഒന്നും മനസ്സിലായില്ലെന്ന്. നോക്ക് ഗട്ടു, ഈ രണ്ടുപേരുണ്ടല്ലോ, കെയ്ൻ സിംഗും ക്രോധി ജ്വാലയും, അവര് രണ്ടുപേരും സംസാരിച്ചു കഴിയുമ്പോ ഒരേപോലെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഇതേപോലെ തന്നെയാണ് കെയ്ൻ സിംഗും പറയാറ്. ക്രോധി ജ്വാലയ്ക്ക് പോലും ഇതേ സെയിം ഹാബിറ്റ് ഉണ്ട്. അതായത് സെയിം ടു സെയിം എക്സാക്ട് ആയിട്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് നീ പറഞ്ഞു വരുന്നത് ഇവർ രണ്ടുപേരും ഒരേ ആളാണെന്നാണോ? യെസ് ഗട്ടു, കറക്റ്റ് ആണ്. എന്തൊരു സ്മാർട്ട് ആണ്. രണ്ടുപേരും ഒരേ ആള് തന്നെയാണ്. ബട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു വലിയ പ്രശ്നം നടക്കാൻ പോകുന്നു. അതായത് വലിയൊരു പ്രശ്നം. സ്മാർട്ട്, വെരി സ്മാർട്ട്. വെരി സ്മാർട്ട് ബട്ടു. നിങ്ങൾ നല്ല ഡിറ്റക്റ്റീവ് ആണ്. എക്സലന്റ് ഡിറ്റക്റ്റീവ്. പക്ഷെ നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും എന്റെ പ്ലാൻ അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ എത്ര മനോഹരമായിട്ട് പ്ലാൻ ചെയ്തത്. ആദ്യം ഞാൻ ചിപ്പുണ്ടാക്കും, എന്നിട്ട് ഹിത്തിനെ വെച്ച് അത് മോഷ്ടിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ മീത് ആർക്കും സംശയം വരില്ല. എന്നിട്ട് ഞാൻ ക്രോധി സിംഗായി മാറി അതിനെ മോഷ്ടിക്കും. അങ്ങനെയാണ് ഹിത്തനും രക്ഷപ്പെടുക. എന്നിട്ട് ഞാൻ ക്രോധിയായി മാറി ലോകത്തിനെ തന്നെ കൊള്ളയടിക്കും. അപ്പൊ കെയ്ൻ സിംഗിന്റെ മീത് ആർക്കും സംശയം വരില്ല. പക്ഷെ നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്റെ പ്ലാൻ മുഴുവൻ നശിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ്. ബട്ടു, വാവ്, കലക്കി കളഞ്ഞല്ലോ നീ. യു ആർ സോ ഗ്രേറ്റ്. നിന്നെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. ഓ, സംഭവം തന്നെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാലും ഇരിക്കട്ടെ. താങ്ക് യു. കെയ്ൻ സിംഗ് സാറ്, ആ ചിപ്പ് എന്നാ തിരിച്ചു തന്നേക്കൂ. എന്നിട്ടേ ജയിലിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ. ഇൻസ്പെക്ടർ മൻമാനി സാറോടെ മുകളിൽ മലയുടെ മേലെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. സീരിയസ്ലി? നിങ്ങൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു ഞാൻ അങ്ങനെയാണ് ചെയ്യാന്ന്? കൂട്ടുകാരെ, ഇവന്മാരെ കഥ തീർക്ക്. ബട്ടുയുടെ ഫ്രണ്ട്ഷിപ്പിന് മുമ്പിൽ എനിമീസ് എല്ലാം ഒന്നുമല്ല. സൂപ്പർ ഗട്ടു. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ബോസ്? ബട്ടു സാറിന് ആരെങ്കിലും അടിച്ചാലേ നമ്മുടെ ഗട്ടു സാറിന്റെ ഫ്യൂസ് പോവും. അങ്ങനെയാണ് ബോസ്. എന്റെ ഫ്രണ്ടിനെ നിങ്ങൾ തല്ലിയല്ലേ? Tango, Zulu, attack!
നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളത് ചെറിയ കുട്ടികളാണ്, ചെറിയ കുട്ടികള്. നോക്ക്, അയാൾ അറ്റാക്ക് എന്ന് പറഞ്ഞോണ്ടേ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പുറപ്പെടുന്നു. എന്താണിത്? ഇതൊന്നും നല്ലതല്ല. നിങ്ങൾക്കായിട്ട് നല്ലൊരു ജീവിതം ഇരിപ്പുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കാട്ടിലെ സ്വതന്ത്രരായി ജീവിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സർവന്റായിട്ട് ഇരിക്കാനല്ല ജനിച്ചത്, കാട്ടിലെ സ്വതന്ത്രരായി ജീവിക്കാൻ വേണ്ടിയാണ് ജനിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഓപ്പൺ എയർ, മനോഹരമായ ലൊക്കേഷൻ, ടോട്ടലി ഓപ്പൺ സ്കൈ, പച്ച നിറഞ്ഞ സ്ഥലങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടോ? ആലോചിക്കുമ്പോ തന്നെ എത്ര നന്നായിട്ടുണ്ട്, എത്ര നന്നായിട്ടുണ്ട്. ഒന്ന് ചെയ്യൂ. ആ കാണുന്ന സ്റ്റെപ്പ് വഴി നിങ്ങൾക്ക് പുറത്തു പോകാം. ഞാനല്ലേ പറയുന്നത്, പോകൂ, പോയി ജീവിതം ജീവിക്കാൻ നോക്കൂ. ടാങ്കോ, സോളോ, അവിടെ നിൽക്ക്. സ്റ്റോപ്പ്, ഐ കമാൻഡ് യു. നിങ്ങളുടെ രണ്ടുപേരത്തെ എന്ത് മാജിക് ആണുള്ളത്? അനിമൽസിനെ പോലും നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞല്ലോ. മിസ്റ്റർ KN സിംഗ്, ഇനിയെങ്കിലും നിങ്ങൾ ഫൈറ്റ് ചെയ്യുവോ അതോ ബാക്കിയുള്ളവരെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കൂ? വിശ്രാംപൂരിൽ വെച്ച് നിങ്ങൾ ഞങ്ങളെ ഒത്തിരി തല്ലിയിട്ടുള്ളതല്ലേ? ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് തല്ല് വാങ്ങിക്കാനല്ല. എടാ പിള്ളേരെ, വേഗം രക്ഷപ്പെട്ടോടാ. ഇപ്പൊ ഓടിയില്ലെങ്കിൽ നമ്മുടെ തടി കേടാവും. വേഗം വാ. ബോസ് ബോസ്, പോകുമ്പോ ഈ ഡയലോഗ് തന്നെ പറഞ്ഞിട്ട് പോ. വില്ലത്തരത്തിന്റെ അടുത്ത പേര് ഷെയർ സിംഗ്. വായടക്കടാ, വായടക്കടാ. സിംഹ രക്ഷപ്പെടാൻ നോക്കുമ്പോ എലികൾ അതിന് അടി വാങ്ങിച്ചു തരാൻ നോക്കാണോ? നിന്റെ പ്ലാൻ നടക്കില്ലടാ. രക്ഷപ്പെട്ടോ? ഞാൻ ഇത്രയും കാലം ബുദ്ധിമുട്ടിയതൊക്കെ വെറുതെ പോയി. നിങ്ങൾ രണ്ടാളും എന്റെ സ്വപ്നങ്ങൾ തകർത്ത് കളഞ്ഞല്ലോ. എടോ KN സിംഗെ, കരഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ. ജയിലിൽ പോകാനുള്ള സമയമായി. Hands up! ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഇവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ അവരെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. പിന്നെ CID ഖന്ന, നിന്നെ ഞാൻ സ്പെഷ്യൽ ജയിലിൽ ഇടുന്നുണ്ട്. കാരണം നിങ്ങൾ പറ്റിച്ചത് മൻമാണിയെയാണ്. മനസ്സിലായോ? അനങ്ങിപ്പോവരുത്. Watch India's largest kids library only on Jio Hotstar. Download the app now.